നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. ആ വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യം സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിഷേധാർഹവും ഒരു പ്രതികരിക്കേണ്ട വാർത്തയാണ്. നേമം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സൗത്തും നോർത്ത് എന്ന് പറഞ്ഞ വേളി നോർത്തും സൗത്ത് എന്ന് പറഞ്ഞ് നേമം റെയിൽവേ സ്റ്റേഷനെയൊക്കെ പറഞ്ഞ് വലിയ വികസനം വരും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് രാജഗോപാൽ നേമത്തെ MLA ആയിരുന്നു BJPയുടെ. അതുപോലെ തന്നെ ശശി തരൂർ MP ആണ്. ദീർഘകാലമായി ശശി തരൂരാണ് ഈ പ്രദേശത്തെ MP. അപ്പോൾ വലിയ തോതിലുള്ള എങ്ങനെ നോക്കിയാലും വലിയ വികസനം വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്ത, നേമം റെയിൽവേ ടെർമിനലിൻ്റെ 2ാം ഘട്ടത്തിലുള്ള വർക്കുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 1ാം ഘട്ടം കൊണ്ട് തീരും എന്നുള്ളതാണ്. പദ്ധതി മുന്നോട്ട് പോകുന്നത് മാസ്റ്റർ പ്ലാൻ തകിടം മറിച്ചുകൊണ്ടാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുകയും അതിനകത്തൊരു തകിടം മറിച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് അറിയുന്നത് 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പാണ്. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ 5 സ്ഥലങ്ങളിൽ എന്ത് നടക്കുന്നു? തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ പോകാൻ സാധ്യത ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ വെട്ടിച്ചുരുക്കിയ പണം തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയെയും സനാതനധർമ്മത്തെയൊക്കെ എതിർക്കുകയും പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ തുക പോകുന്നു? ആ സ്റ്റേറ്റ് ചെയ്യുന്ന ഹോംവർക്കും ആ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരെടുക്കുന്ന എഫർട്ടും ഡൽഹിയിൽ ഇതുവരെ 80കൾ അല്ലെങ്കിൽ 90കൾ വരെ ഡൽഹിക്കാർ മദ്രാസി വാല എന്ന് പറയുകയും മദ്രാസി വാലയ്ക്ക് ഇപ്പുറം, അതായത് മദ്രാസിനിപ്പുറമായിട്ട് ഒരു സ്ഥലം അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറമായിട്ട് കണക്കാക്കാം. മദ്രാസിനപ്പുറം ഒരു സ്റ്റേറ്റോ ഒരു സ്ഥലമോ ഉള്ളതായിട്ട് പരിഗണിക്കാതിരുന്ന ഡൽഹി വാലകളുടെ പഴയ ഡൽഹിയുടെ പ്രേതം ഇപ്പോഴും അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലുണ്ടോ? അത് മുല്ലപ്പെരിയാറിൻ്റെ കണക്കെടുത്താലും റെയിൽവേ കോച്ചിൻ്റെ കണക്കെടുത്താലും എന്ത് കണക്കെടുത്താലും മദ്രാസി വാലകൾ മതി കേരളത്തെ മദ്രാസിൻ്റെ ഡിവിഷനിലേക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടി വളരെ ഗൗരവമാണ്. അത് ഏത് വിഷയം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഹരിത ട്രിബ്യൂണൽ എടുത്തു നോക്കൂ, ഈ റെയിൽവേയുടെ വികസനം എടുത്തു നോക്കൂ. പാലക്കാട് റെയിൽവേ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി വരുമെന്ന് പറഞ്ഞ് കഞ്ചിക്കോട് വരുമെന്ന് പറഞ്ഞ് വലിയ രീതിയിലാണ് നമ്മെ പറ്റിച്ചത്. ഇതെന്തായാലും നേമം റെയിൽവേ ടെർമിനൽ വരും എന്ന് പറഞ്ഞിട്ട് 1ാം ഘട്ടം 2 പിറ്റ് ലൈറ്റുകളുടെയും 3 സ്റ്റേബിളിംഗ് ലൈനുകളും നിർമ്മാണം നടക്കുന്ന ചെലവ് 116 കോടി രൂപ. 2ാം ഘട്ടത്തിൻ്റെ ശുപാർശ 2 പിറ്റ് ലൈന് 3 സ്റ്റേബിളിംഗ് ലൈൻ ചെലവ് 97 കോടി. അതാണ് ഇപ്പോൾ ഒന്ന് നിലച്ചിരിക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റിലെ തിരിച്ചടിക്ക് പുറമെ റെയിൽവേ ടെർമിനൽ പദ്ധതി 2ാം ഘട്ടം വെട്ടിച്ചുരുക്കി എന്നാണ് വാർത്ത. 350 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ 2ാം ഘട്ട എസ്റ്റിമേറ്റ് 97 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. മാസ്റ്റർ പ്ലാൻ തകിടം മറിച്ചാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ട്രെയിൻ അറ്റകുറ്റപ്പണിക്കുള്ള 5 പിറ്റ് ലൈൻ, അറ്റകുറ്റപ്പണി കഴിഞ്ഞ ട്രെയിനുകൾ നിർത്താനുള്ള 10 സ്റ്റേബിളിംഗ് ലൈനുകൾ എന്നിവയാണ് ആദ്യ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 4 പിറ്റ് ലൈനും 6 സ്റ്റേബിളിംഗ് ലൈനും മാത്രമാണ് ഇപ്പോൾ പദ്ധതിയിലുള്ളത്. എവിടെയാണ് അട്ടിമറിച്ചത്? ആരാണ് അട്ടിമറിച്ചത്? വളരെ ഗൗരവമായ ചോദ്യമാണ്. 5 പിറ്റ് ലൈൻ 4ആയും 10 സ്റ്റേബിളിംഗ് ലൈൻ 6ആയും കുറഞ്ഞിട്ടുണ്ട്. 1 പിറ്റ് ലൈനും 2 സ്റ്റേബിളിംഗ് ലൈൻ എന്ന അനുപാതവും അട്ടിമറിച്ചു. ഇതൊക്കെ സാങ്കേതിക കാര്യങ്ങളാണ്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായൊരു അട്ടിമറി. കേരളത്തിൽ നിന്ന് മെഗാ ടെർമിനലാക്കാൻ തിരഞ്ഞെടുത്ത ഏക ടെർമിനലാണ് നേമം. ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ മെക്കാനിക്കൽ വിഭാഗം കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരുവനന്തപുരം ഡിവിഷൻ അയച്ച കത്തിൽ നേമത്ത് 1000 കോച്ചുകൾ കൈകാര്യം ചെയ്യാൻ 5 പിറ്റ് ലൈനുകളും 10 സ്റ്റേബിളിംഗ് ലൈനുകളും ആവശ്യമാണെന്ന് പറയും. എന്നാൽ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തെ ഉന്നതർ ഇടപെട്ട് ഇത് വെട്ടി എന്നാണ് ഗുരുതരമായ ആക്ഷേപം. ആരാണ് ആ ഉദ്യോഗസ്ഥർ? ഏത് സംസ്ഥാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? തമിഴ്നാട്ടുകാരെയാണോ അതോ മറ്റ് സംസ്ഥാനക്കാരാണോ? എന്താണ് കേരളത്തിനോടുള്ള ഈ ചിറ്റമ നയം, അയിത്തോച്ചാടനം? അത് നമുക്കറിയാൻ ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം, BJP ഒരു പ്രാവശ്യം ജയിച്ച മണ്ഡലം, വീണ്ടും ജയിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന മണ്ഡലം, ശശി തരൂർ MP ആയിരിക്കുന്ന മണ്ഡലം. ചെന്നൈയിൽ പെരമ്പോർ റെയിൽവേ സ്റ്റേഷൻ 342 കോടി രൂപ ചെലവിൽ മെഗാ ടെർമിനലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെട്ടിക്കുറയ്ക്കുകയും ചെന്നൈയിലെ ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പണം പോവുകയും ചെയ്യുന്ന 7 പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് അവിടേക്ക് വരുന്നത്. റെയിൽവേ അടുത്ത വർഷം 50 വർഷത്തെ ആവശ്യം മുൻപിൽ കണ്ടാണ് മെഗാ ടെർമിനൽ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അശ്വനി വൈഷ്ണവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വളരെ വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം. റെയിൽവേ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം പഴയ IAS കാരനാണ്. ഹൈഡ്രജൻ ട്രെയിനുകളും പിന്നെ ബുള്ളറ്റ് ട്രെയിനുകളും
വന്ദേ ഭാരത് ട്രെയിനുകളുമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസവും യാത്ര ചെയ്തിരുന്നു. വളരെ മനോഹരമായ ട്രെയിനുകളാണ്. ഏത് ട്രെയിൻ എടുത്താലും വളരെ മനോഹരമാണ്, സമയബന്ധിതമാണ്. അപ്പോൾ പുറപ്പെടുന്ന സമയം എത്തുന്ന സമയമൊക്കെ വളരെ പങ്ക്ച്വലായിട്ടാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയുണ്ട്. ഹൈദരാബാദിൽ സൗത്ത് റെയിൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 3 ടെർമിനലുകളാണ് വികസിപ്പിക്കുന്നത്. നഗലാപ്പള്ളി ടെർമിനൽ 20 പ്ലാറ്റ്ഫോമും 14 പിറ്റ് ലൈനും 24 സ്റ്റേബിളിംഗ് ലൈനും ഉൾപ്പെടെ ലൈൻ. അതുപോലെ തന്നെ ഉമത് നഗർ ടെർമിനൽ 18 പ്ലാറ്റ്ഫോമും 12 പിറ്റ് ലൈനും 20 സ്റ്റേബിളിംഗ് ലൈനും. ദബലിപൂർ ടെർമിനൽ ഇതെല്ലാം നോക്കൂ, നിയമത്തിന് ശേഷം വന്നതാണ്. 14 പ്ലാറ്റ്ഫോമും 10 പിറ്റ് ലൈൻ 14 സ്റ്റേബിളിംഗ് ലൈൻ എന്നിങ്ങനെയാണ് പദ്ധതി. കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ 4 പിന്നലുകൾക്കപ്പുറം ചിന്തിക്കാൻ ചെന്നൈയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾ ഉള്ളതിനാൽ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ കോച്ചുകൾ കൈകാര്യം ചെയ്യുന്ന ഡിവിഷൻ കൂടിയാണ് തിരുവനന്തപുരം. ഇന്ത്യൻ റെയിൽവേക്ക് സാമ്പത്തികം കൊടുക്കുന്നത് കണക്കാക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇത് കേവലം പിണറായി വിജയൻ, BJP, നരേന്ദ്രമോദി ഇഷ്യൂ അല്ല. ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ BJPയും CPMും കോൺഗ്രസും ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ഭരണമാറ്റം വന്നതുകൊണ്ട് മാത്രം തീരുന്നൊരു വിഷയമല്ല ഇത്. ഇത് നാളെ BJP NDA ഭരണത്തിൽ വന്നാലും ഈ അനിശ്ചിതത്വവും ഈ പ്രശ്നങ്ങളുമൊക്കെ വേറെ രൂപത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കളികൾ നടക്കും. അപ്പോൾ ചെന്നൈയിലും ഹൈദരാബാദിലും നടക്കുന്ന വികസനത്തിനപ്പുറം കേരളത്തിന് റെയിൽവേ വികസനത്തിൽ മുന്നോട്ട് പോകാതിരിക്കാനുള്ള വലിയ ഒരു ചരട് വലിയാണ്, ഗൂഢാലോചനയാണ് ചെന്നൈ ആസ്ഥാനമായി നടക്കുന്നത്. അതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ പ്രപ്പോസൽ തയ്യാറാക്കാതിരിക്കുക, തയ്യാറാക്കുന്ന സമയത്ത് വിടാതിരിക്കുക, വിട്ടതിന് അംഗീകാരം കൊടുക്കാതിരിക്കുക, ഇങ്ങനെ വലിയ കളിയാണ് കളിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടായത്. അവിടുത്തെ പ്രതിഷേധത്തിൽ കേന്ദ്രം തരുന്നില്ല എന്ന് കുറ്റം പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ഇതൊരു ആയുധമാക്കി എങ്ങനെ 4 വോട്ട് നമുക്ക് പിടിക്കാമെന്നല്ല ഭരണകക്ഷിയും പ്രതിപക്ഷവും തീരുമാനിക്കണം. ഞങ്ങളിപ്പോൾ വന്നാൽ എല്ലാം ശരിയാവും, ഇതെല്ലാം കുഴഞ്ഞു കിടക്കുകയാണെന്ന് പ്രതിപക്ഷം പറഞ്ഞ് എല്ലാം ഞങ്ങൾ മെഗാ പദ്ധതി വരും എന്നൊക്കെ പറഞ്ഞാലും ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ അവർ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മുല്ലപ്പെരിയാറിലും ഇത് കണ്ടതാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ വികാരം നമ്മൾ ആരിലൂടെയാണ് കേന്ദ്രത്തിലേക്ക് പ്രതിഫലിപ്പിക്കുക? 20 MPമാരുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ സംസാരിപ്പിക്കാതിരിക്കാൻ മാത്രം നിലയിലുള്ള വലിയ സമരമാണല്ലോ നടന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ റെയിൽവേ അവഗണനയ്ക്കെതിരെയുള്ള ഒരു പ്രമേയം പാസ്സാക്കാനും അതിനെ സ്തംഭിപ്പിക്കണമെങ്കിൽ ആ രീതിയിൽ അതൊരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള സ്തംഭിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഭയങ്കര കൗതുകം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മനോഹാരിത ഉണ്ടായിരിക്കും. അത് കേവലം പൊളിറ്റിക്സ് അല്ല. അതേപോലെ നമ്മുടെ ശശി തരൂർ മുട്ടിന് BJP പ്രകീർത്തിക്കും. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണ്ടേ? ഇത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണ്ടേ? അതുപോലെ മെട്രോ ശ്രീധരൻ ഇവിടെ ഉള്ള നാടല്ലേ? അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് നിയമത്ത് പ്രഖ്യാപിച്ച കാര്യങ്ങളുടെ ഓരോ ഘട്ടത്തിലേക്ക് നീങ്ങണ്ടേ? ഒന്ന് പ്രഖ്യാപിക്കുന്നില്ല, 2 പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ തരുന്നില്ല. വളരെ ഗുരുതരമായ ഒരു പരിപാടിയാണ് ഇത്. കേന്ദ്ര നിഷേധമല്ല. കേന്ദ്രത്തെ റെയിൽവേ മന്ത്രാലയത്തെ നമ്മൾക്ക് റെയിൽവേ വകുപ്പ് മന്ത്രി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനം മാറി ചിന്തിച്ചേ കഴിയൂ. കേരളത്തിന് പ്രഖ്യാപിക്കുന്നത് അർഹമായതെന്നൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ അർഹതയുടെ കണക്കൊന്നുമല്ല എടുക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾക്ക് തരാമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓരോ ഘട്ടം കഴിയുമ്പോഴും അതിനേക്കാൾ വലിയ ഘട്ടത്തിലേക്ക് തരാനുള്ളൊരു ബാധ്യതയും ഉത്തരവാദിത്വവും കൂടി നമ്മുടെ ചെന്നൈ വാലകൾക്കും ഡൽഹി വാലകൾക്കുമുണ്ട്. അവർ നമ്മൾ മദ്രാസി വാലകൾ എന്ന് വിളിച്ച് നമ്മളെ കോർണർ ചെയ്യുന്നതിന് പകരം അർഹമായതും പ്രഖ്യാപിക്കുന്നതുമായി എല്ലാം തന്ന് ഇന്ത്യയുടെ ഭാഗമാക്കി കേരളത്തെ കൂടെ നിർത്താൻ ഡൽഹിയിലിരിക്കുന്നവർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ചെന്നൈയിലുള്ളവരും ഉദ്യോഗസ്ഥരും ഒക്കെ വിചാരിച്ചാലേ കഴിയുകയുള്ളൂ. അതിലേക്ക് എല്ലാവരും ഉയരുമെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അവരെ ഉണർത്താൻ കയ്യും മെയ്യും കടന്ന് NDA UDF LDF സഖ്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്.